ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ചിക്കൻ റെസിപ്പി, എഗ്ഗ് റെസിപ്പി, ഫിഷ് റെസിപ്പി എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് മട്ടൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മട്ടൻ കടായി. അപ്പം മട്ടൻ കടായി ആക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ആവശ്യമുള്ളത് മസാലപ്പൊടി. ആ മസാലപ്പൊടിക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ക്യുമിൻ സീഡ്സ്, ഫെനൽ സീഡ്സ്, വൈറ്റ് സീസം സീഡ്സ്, പെപ്പർകോൺസ്, ഡ്രൈ ചില്ലി, പിന്നെ കൊറിയാണ്ടർ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ആദ്യം ഇതിന് ഒരു 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇതിൽ കസൂരി മെത്തി ഇത് നന്നായിട്ട് റോസ്റ്റ് ആക്കിയ ശേഷം കസൂരി മെത്തി ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു 10-20 സെക്കൻഡ് കസൂരി മെത്തിനും കൂടി റോസ്റ്റ് ആക്കിയിട്ട് ഇതിനെ ഓഫാക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം പാന് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിൽ എണ്ണ ഒഴിക്കാം. എന്നിട്ട് ആദ്യം ഈ മട്ടൻ പീസിനെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ വെള്ളം നല്ലോണം അത് വേവിച്ചെടുക്കുന്ന വരെ ഫ്രൈ ആക്കാം, ഒരു 3-4 മിനിറ്റ്. ഇതുപോലെ വൈറ്റ് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ കുക്കർ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഇറച്ചി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കടായും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നല്ലോണം മുകളിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്തിന് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റോളം മിക്സ് ചെയ്തിട്ടായിട്ട് ഇതിലേക്ക് ഉള്ളിയും ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ തീരെ വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ മട്ടനിലുള്ള വെള്ളം തന്നെ അത് വേവാൻ മതിയാവും. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി ഒരു 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. കടായിലാണെങ്കിൽ ഒരു 25 മിനിറ്റ് വേവാൻ ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇത് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് വേവുന്ന സമയത്ത് ഇനി നമുക്ക് ആ വറുത്ത് വെച്ച മസാലയില്ലേ അതിനെ പൊടിച്ചെടുക്കാം. ഇതുപോലെ നൈസായിട്ട് പൊടിക്കണം കേട്ടോ. ഇപ്പോൾ 5 വിസിലായിട്ടുണ്ട്. ഇറച്ചി വെന്തിനാ ഇല്ലെന്ന് നോക്കാം. ഈ 5 വിസിലാകുമ്പോഴേക്ക് ഈ തക്കാളിയെല്ലാം നല്ലോണം ഒടിഞ്ഞ് കിട്ടും. എൻ്റെ ഇതിപ്പോൾ ചുവന്ന തക്കാളി അല്ലാത്തതുകൊണ്ട് കുറച്ച് അങ്ങനെ കാണുന്നുള്ളത്. ഇനി നമുക്ക് കടായിലേക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ട് ആ പൊടിച്ച് വെച്ച മസാലപ്പൊടിയില്ലേ അതിനും കൂടി ആഡ് ചെയ്യാം. വേറെ ഒരു പൊടിയും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഈ കടായി മസാലപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് തൈര് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്തിട്ടായി. ഇനി ഇതിനെ ഒരു ചെറിയ തീയിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേവാൻ വെക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവാൻ വെക്കാം. ഇപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയായി എന്നർത്ഥം. ഇനി ഇതിനെ കൊറിയാണ്ടർ ലീഫ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ചില ആൾ കറിവേപ്പിലും കൂടി യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല.
അപ്പോൾ നമ്മളെ കറി സെർവിങ്ങിലേക്ക് മാറ്റാം. യമ്മി മട്ടൻ കടായി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നാൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു ബെസ്റ്റ് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.